Hi guys, welcome back. നമ്മുടെ ഡേ 2 ഇൻ ജോർജിയയാണ്. ഞങ്ങളെല്ലാം റെഡി ആയിട്ട് വരുന്നേ ഉള്ളൂ. നമുക്കിവിടെ ഒരു ടൂർ ഗൈഡിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ വണ്ടി വന്നു, ഞങ്ങളാണ് ലേറ്റ്. റെഡിയായി വരുന്ന എല്ലാവരും. നല്ല വെയിലുണ്ട്. അതെ, ജോർജിയയുടെ തണുപ്പൊന്നും ഇപ്പം ഇല്ല കേട്ടോ, ഇപ്പം നല്ല വെയിലുണ്ട്. ജോർജിയയുടെ ക്ലൈമറ്റ് നോക്കി ഭയങ്കര തണുപ്പാണ് എന്നൊക്കെ വിചാരിച്ച് വലിയ കാര്യമായിട്ട് പാക്ക് ചെയ്തൊക്കെ വന്ന ടീംസാണ് ഞങ്ങൾ. പക്ഷേ ഇവിടെ നല്ല ചൂടാണ് ഇപ്പം രാത്രിയാകുമ്പോൾ നല്ല തണുപ്പും. അപ്പം എന്തായാലും ഇനിയിപ്പം റെഡിയായി ഞങ്ങൾ ഇവിടുന്ന് ടിബ്ലീസിന്ന് വെക്കേറ്റ് ചെയ്ത് പോവാണ്. അടുത്തത് ക്വാറേലി. കുറച്ച് സ്ഥലങ്ങളുണ്ട്, ഇടയ്ക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ ചെന്നിട്ട് ക്വാറേലി ലേക്ക് റിസോർട്ടിലാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റേ. അപ്പം അവിടെ എത്തുന്നതിന് മുന്നേ കുറച്ച് കാഴ്ചകളുണ്ട്. ഇപ്പോൾ പോകുന്ന വഴിക്ക് കാണാം. രാവിലെ തന്നെ എഴുന്നേറ്റ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്യുന്നത്? കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, അപ്പോൾ പിന്നെ പോവാതിരിക്കാൻ പറ്റുമോ? കാണാതെ കിട്ടിയ ആളെ കിട്ടിയിട്ടുണ്ട്. രാത്രി കയറി വന്നിട്ടുണ്ട് രണ്ടുപേരും. എന്തുകൊണ്ട് പേരറിയാൻ പാടില്ല, പക്ഷേ ചീസ് കൂട്ടിയ ഒരു ബ്രെഡ്, സോസേജ്, ഹാം, പോർക്കാന്ന് തോന്നുന്നു, അറിയാൻ പാടില്ല. അപ്പം നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബാഗെല്ലാം ഇതിലോട്ടെല്ലാം പാക്ക് ചെയ്യണം. നമ്മുടെ നാട്ടിലെ ഒരു ആംബുലൻസിൻ്റെ ലുക്കുണ്ട് കേട്ടോ. ഇതാട്ടോ നമ്മുടെ ഗൈഡിൻ്റെ പേരാണ് ജിബ്. എനിക്കാണെങ്കിൽ ഈ വണ്ടി കണ്ടിട്ട് തന്നെ തല ഇറങ്ങുന്നു. എനിക്ക് നമ്മുടെ ട്രാവലറെ കയറുമ്പോൾ തല ഇറങ്ങും. അതേപോലത്തെ ഒരു വണ്ടി കണ്ടിട്ട് എൻ്റെ ബോധം പോയി. എല്ലാ പെട്ടിയും എടുത്തല്ലോ. അപ്പം ബൈ ബൈ ടിബിലീസ്. നമ്മൾ അവിടെ നിന്ന് അപ്പോൾ ക്വാറയിലേക്ക് പോവാട്ടോ. പോകുന്ന വഴിക്ക് സിം കാർഡ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ നോക്കി, പക്ഷേ സൺഡേ ആയിരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഷോപ്പൊന്നും തുറന്നിട്ടില്ലായിരുന്നു. ഞങ്ങൾ എവിടെയോ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. എവിടെയാണെന്ന് അറിയാൻ പാടില്ല. ATT പൈസ എടുക്കാനുണ്ട്. ഒരു സിഗ്നൽ ടോണിക് വാട്ടർ എടുക്കണോ? ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ ഇവിടുത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാ സൂപ്പർ മാർക്കറ്റിലും ATM മെഷീനും ഉണ്ട് കേട്ടോ. ബിയറൊക്കെ നമുക്ക് ഓപ്പൺലി പബ്ലിക്ലി സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ ബാക്കിയെല്ലാ രാജ്യത്തുള്ള പോലെ തന്നെ സെയിം സംഭവം. പക്ഷേ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോഡ്ക, അതെ നമ്മൾ സാധനങ്ങൾ വോഡ്ക എല്ലാ ഐറ്റം ഇവിടെ ഉണ്ട് കേട്ടോ. അതിനകത്ത് വോഡ്കയൊക്കെ കിട്ടും. പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ടോണിക് വാട്ടർ ഇല്ല. അപ്പം അതിന് പകരമായിട്ട് ഞങ്ങൾ സ്പ്രൈറ്റ് വാങ്ങി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്പ്രൈറ്റും പിന്നെ കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പല ടൈപ്പ് ലേസ് നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ചീസ്, ബാർബിക്യൂ, ഇത് ഭാരതി എന്നാണ് എഴുതിയിരിക്കുന്നത്. പാപ്രിക്ക ഓക്കെ, കോണ് ഉണ്ട്. ഇതാണ് പാപ്രിക്ക അല്ല, ഇത് പാപ്രിക്ക അല്ല, ഇത് റെഡ് പെപ്പർ. റെഡ് പെപ്പർ എന്ന് പറയുമ്പോൾ കൂടുതൽ എരിവുള്ളതാണോ? ഇത് എരിവായിരിക്കും. എടാ ഇതുകൂടെ എടുത്തോടെ. എരിവുള്ളത് തപ്പി കഷ്ടപ്പെടുക ഞങ്ങൾ. ഇവിടെ എരിവില്ല. ചോക്കപ്പൈയൊന്നും വാങ്ങണ്ട. അവർ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ ഫൈൻ. എന്നാ എന്തോന്ന് ഞാൻ ഒരു സൂചി നൂലും തരാം. നീ സൂചി ചെയ്തോണ്ടിരിക്കാൻ പറ. ജാവ എന്തിനാ പറഞ്ഞത്? നമ്മളിപ്പോ ഈസ്റ്റ് സൈഡിലോട്ടാ പോകുന്നത്. കക്കേറ്റി വൈൻ. ഈ പാട്ട് കേൾക്കുന്നത് പറഞ്ഞത് അത് വെസ്റ്റ് സൈഡ് ജോർജ്, അതിനെ റാച്ച എന്ന് പറയുന്നത്. അങ്ങോട്ട് പോകുന്ന ഈ സൈഡിൽ കൂടെ. ബാക്കി പറഞ്ഞത് പറയടാ. അങ്ങനെ 1.5 മണിക്കൂർ ക്ലാസ് എടുത്തല്ലോ നിനക്ക്. സെയിന്റ് നീനോ കോൺവെന്റ്, അതാണ് ആ സിഗ്നാഗിയുടെ മെയിൻ ടൗണിൽ നിന്ന് ഒരു 5 മിനിറ്റ് ഇപ്പുറത്ത് സെയിന്റ് നീനോ കോൺവെന്റ്, ബോട്ട് ബേ മൊനാസ്ട്രി. അവിടെ പോയി നല്ല ഫോട്ടോ ഒക്കെ എടുക്കാം. 20-25 മിനിറ്റ്സ് അവിടെ സ്പെൻഡ് ചെയ്യും. കഴിക്കുന്ന എവിടുന്ന്? അടുത്ത ജോലി കഴിക്കുന്നത് സിഗ്നാഗിന്ന് കഴിക്കാം. അതായിരുന്നു പ്ലാനല്ലോ. സിഗ്നാഗി തന്നെ. ഇത് സിഗ്നാഗിന് അടുത്തുള്ള സ്ഥലം അല്ലയോ ഈ മോണസ്ട്രി? ഇപ്പം നമ്മൾ ടൗണൊക്കെ വിട്ടിട്ട് വില്ലേജ് ആയിട്ടുള്ള സ്ഥലത്തോട്ടാട്ടോ പോകുന്നത്. ഇതിൻ്റെ 2 സൈഡിലും കൃഷിയും കാര്യങ്ങളൊക്കെ ആട്ടോ. അതേപോലെ തന്നെ മുന്തിരിത്തോട്ടങ്ങളാണ് കൂടുതലും. ഓൺ ദ വേ നിർത്തിയേക്കോ. എന്താണ് പേര്? ചൂച്ച്ക്കല്ല അല്ലേ? ചൂച്ച്ക്കല്ല. ഈ വൈൻ ടേസ്റ്റിംഗിന് വേണ്ടി ഓൺ ദ വേ നിർത്തി. ഇപ്പോൾ കക്കേറ്റിയിൽ മെനാവി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മനാവി ചൂഷ്കല എന്ന് പറയുന്നത്, അതായത് ഇവിടുത്തെ ഒരു ഡിസേർട്ടാണ്, ജോർജിയൻ ഡിസേർട്ടാണ്. ഇത് ചെയ്യുന്ന വെച്ചാൽ ഇതിനകത്ത് മൊത്തം വാൾനട്ടും ഫിഗും ഒക്കെ ഇങ്ങനെ ഒരു സ്ട്രിങ്ങിനകത്ത് കുത്തിയിട്ട് ഇവർ ഗ്രേപ്പ് ജ്യൂസോ അല്ലെങ്കിൽ എന്താണോ ഫ്ലേവർ അതിൻ്റെ ജ്യൂസ് ഷുഗർ വെച്ചുണ്ടാക്കും. എന്നിട്ട് ഈ സ്ട്രിങ് അതിൻ്റെ അകത്ത് മുക്കിയിട്ട് അതിനെ ഇതുപോലെ ഉണക്കായിടും.
നമുക്ക് ജോർജിയയിൽ എവിടെ പോയാലും ഈ സാധനം കണ്ടു. ഇന്നലെ നമ്മൾ ടിബ്ലിസിയിൽ ഈ സാധനം കണ്ടു. ഞങ്ങൾ വിചാരിച്ച സത്യത്തിൽ മീറ്റ് ആണെന്നാണ്, പക്ഷേ ഇത് ആക്ച്വലി ഒരു ഡിസേർട്ടാണ്. 1.5 വർഷമോ ഇതിങ്ങനെ നിൽക്കും. ഇത് പല തരത്തിൽ, പല ഫ്ലേവേഴ്സും തരത്തിലുള്ള കളർ ഓരോ ഡിഫറെൻറ്റ് ഫ്ലേവറാണ്. നമ്മളിനി വൈൻയാർഡിലോട്ട് പോകും കേട്ടോ. ഇവിടെ ഫുള്ള് ഈ ഒരു ഇതാട്ടോ. ഇസുകട മുന്തിരി ഉണ്ടാവുന്നേത് ഞാൻ പറഞ്ഞില്ലേ കമ്പ് കുത്തി നാട്ടിയൊക്കെ അല്ലാന്ന്. അല്ലതേ ഇതും ഉണ്ട് കണ്ടോ. അതുണ്ട്, പക്ഷെ ഇത് കണ്ടോ? ആ ഇതുണ്ടാ, ശരിയാ. ഇതുപോലല്ല, മേളിലും താഴോട്ട് നമ്മള് പടർത്തി വിടുവല്ലേ. ശരിയാ, നമ്മൾ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു വൈൻ മുന്തിരിയുടെ ഇത് കാണുന്നേ. വൈൻയാർഡ് കണ്ടിട്ട് നമ്മൾ നേരെ അവരുടെ ഷോപ്പിലാട്ടോ വരുന്നത്. അവിടുന്ന് നമുക്ക് ചുച്ച്കേലയൊക്കെ വാങ്ങാൻ പറ്റും. അവിടെ ചുച്ച്കേല അവർ സാമ്പിളിന് വെച്ചിട്ടുമുണ്ട് കേട്ടോ. അത് നമുക്ക് ട്രൈ ചെയ്തിട്ട് നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് നമുക്ക് വാങ്ങാം കേട്ടോ. പിന്നെ കുറേ സുവനിയേഴ്സും ടോയ്സും നട്ട്സും ഒക്കെ ഉണ്ട് അവിടെ. ഇതാ ഇതല്ലേ ഇച്ച കഴിക്കണമെന്ന് പറഞ്ഞ ഐറ്റം, ഐറ്റത്തിന്റെ സാധനം. ചൂസ്കേല നമ്മൾ ട്രൈ ചെയ്യാൻ പോകും. പല ഫ്ലേവേഴ്സിൻ്റെ വാങ്ങുന്നുണ്ട്. നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടി വെച്ചേക്കുന്നില്ല. മെഴുകുതിരി ഇരിക്കുന്ന പോലെ ഇല്ലേ? ആക്ച്വലി മെഴുകുതിരി ശരി തരാം തരാം തരാം. അതെ, കൊള്ളാമോ? കടിക്കേ കടിക്കേ. അലുവ തിന്നുന്ന ടേസ്റ്റോ? അതിന്റെ ഫ്ലേവർ പിന്നെ വരുന്നത്. എന്നിട്ട് അതേതാ ബ്ലാക്ക്, അതിന്റെ ഒരു ഇച്ചിരി പറയാൻ വന്ന മൊത്തം അതിലിട്ടു. എനിക്ക് ഇച്ചിരി ബ്ലാക്ക് ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക് എല്ലാത്തിനും ഒരു ടേസ്റ്റ് അല്ലേ? അല്ല റെഡിന് വേറെ ടേസ്റ്റാ. റെഡിന് വേറെ ടേസ്റ്റാ. അവർ സാമ്പിളിന് വേണ്ടിയിട്ട് എല്ലാ ഫ്ലേവറും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സ്വഭാവം അനുസരിച്ച് ആറഞ്ചം പുറച്ചിരുന്ന് എല്ലാം ടേസ്റ്റ് ചെയ്തു. പക്ഷെ വാങ്ങിക്കാതെ ഞങ്ങൾ പോയില്ല, ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ. മേടിക്കാം, മോശമല്ലേ? കൊള്ളാമോ ഷീക്കുട്ട? ഷീക്കുട്ട കൊള്ളാമോ? സൂപ്പർ. അവിടുന്ന് കുറച്ച് ഐറ്റങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാട്ടോ. പോകുന്ന വഴിയിലെല്ലാം സൈഡിൽ ഈ ചുച്ച്കേല വിൽക്കുന്ന ആൾക്കാരും ഫ്രൂട്ട്സിൻ്റെ ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു സ്ഥലത്തോട്ടാണ് കൂടുതലും കൃഷിയൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഫ്രൂട്ട്സ് ഒക്കെ കാര്യമായിട്ട് ഇവിടെ ഉള്ളത്. ഇതാ വീണ്ടും ഞങ്ങൾ അതേപോലത്തെ ഒരു സ്ഥലത്തെത്തി കേട്ടോ. ഇത് പക്ഷേ നമ്മുടെ ചുച്ച്കേല സെറ്റപ്പ് അല്ല. ഇവിടെയാണ് നമ്മൾ ട്രഡീഷണലായിട്ട് ബ്രെഡ് ഉണ്ടാക്കുന്നത്. ഈ ഒരു സ്ഥലം നമ്മൾ ജോർജിയ ട്രിപ്പിലെ പലവരുടെ ഇൻസ്റ്റയിൽ പേജിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് ഫ്രഷ് ചീസും കിട്ടും, ബ്രെഡും കിട്ടും. നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ നമ്മുടെ നാട്ടിൽ തട്ടുകട കാണുന്ന പോലെ തന്നെ ഇതുപോലത്തെ കുറേ സെറ്റപ്പുകൾ അവിടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്ന ബ്രെഡിനെ പറയുന്ന പേരാട്ടോ ബോട്ട് ബ്രെഡ് അല്ലെങ്കിൽ മദേഴ്സ് ബ്രെഡ് എന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അതിൻ്റെ ഷേപ്പും, പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് അമ്മമാർ വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ബ്രെഡ് കൊണ്ടാട്ടോ. അതുകൊണ്ടാണ് ഇതിനെ മദേഴ്സ് ബ്രെഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ജാബ നമുക്ക് പുറത്തുനിന്ന് പറഞ്ഞു തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അകത്തോട്ട് കയറാനായിട്ട് അവർ സമ്മതിക്കും. അവർ ബ്രെഡ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരും കേട്ടോ. ഇത് ചെറിയൊരു റൂമാണ്. അതിനകത്ത് നടുക്കിലായിട്ട് ഒരു ഓവനുണ്ട്. ഇതിനകത്താണ് അവർ ബ്രെഡ് ഉണ്ടാക്കുന്നത്. നമ്മൾ പണ്ടത്തെ ഇതിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ കനൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്, അതേപോലത്തെ ഒരു സെറ്റപ്പ് ആട്ടോ. പക്ഷെ അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല, നല്ല ചൂടാവിടെ. ഇവിടെ തന്നെ ബ്രെഡ് മേക്കിംഗ് ഉണ്ട് ട്രഡീഷണൽ രീതിയിൽ. അപ്പോൾ നമുക്ക് അവിടുന്ന് ബ്രെഡ് വാങ്ങിച്ചിട്ട് ഏത് ചീസാണോ വേണ്ടത് ആ ചീസ് ഇവർ വെച്ച് തരും. ഗോട്ടുണ്ട്, ഷീപ്പുണ്ട്, കൗ ഉണ്ട്. ടേസ്റ്റ് ചെയ്തിട്ട് തോന്നിയത് ഗോട്ട്. ബ്രെഡ് ഭയങ്കര അകം നല്ല സോഫ്റ്റും ഭയങ്കര കഞ്ചി ഫീലിംഗും. നല്ല ബ്രെഡാണ്. ഇത് കഴിക്കുമ്പോൾ നമുക്ക് കിരികിരിയാതിരിക്കുക. ഇവിടെ നമുക്ക് ചീസ് ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഗോട്ടിൻ്റെ ചീസായിരുന്നു.
അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് സോൾട്ടി കുറവുണ്ടായിരുന്നു. ബാക്കി കൗവിൻ്റെയും ഷീപ്പിൻ്റെയും നല്ല സോൾട്ടി ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ ചീസ് വാങ്ങിച്ചു. എന്നാൽ പിന്നെ അവിടുന്ന് തന്നെ നമുക്കിത് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. ചൂടോടെ ഒരു ബ്രെഡ് കൂടെ വാങ്ങിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജാബ കാണിച്ചു തന്നു കേട്ടോ ഇവരെങ്ങനെയാണ് ഇത് കഴിക്കുന്നതെന്നുള്ളത്. പിന്നെ ഇവിടുത്തെ ടൊമാറ്റോ നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും ഈ ഒരു ടൊമാറ്റോയും ബ്രെഡും ചീസും ഒക്കെ കഴിക്കുന്ന കണ്ടു. അങ്ങനെ ഞങ്ങൾ ഒരു പ്ലേറ്റ് ടൊമാറ്റോ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ജാബ കാണിച്ചു തന്നു എങ്ങനെയാണ് ഇത് കഴിക്കുന്നതെന്നുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓരോരുത്തർ ഇത് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. എന്തായാലും നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീസും ബ്രെഡും ആയിരുന്നു കേട്ടോ. അതിലൊരു കടി ഒന്ന് ടൊമാറ്റോ. നാട്ടിൽ ബർഗർ മേടിക്കുമ്പം തുപ്പിക്കളയുന്ന ടീമുകളാണ്. നാട്ടിലെ ടേസ്റ്റ് തന്നെയല്ലേ. ഗൈസ്, നമ്മൾ സിഗ്നാഗിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ പോകുന്ന റൂട്ടിൻ്റെ ലെഫ്റ്റും റൈറ്റും ആക്ച്വലി 2 വലിയ മലകളാണ്. ആ 2 മലയുടെയും അപ്പുറത്ത് 2 ഡിഫറെൻറ്റ് കൺട്രീസ്. അതായത് ഇപ്പം നമ്മൾ സിഗ്നാഗിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്കാണ്. സിഗ്നാഗിയുടെ ആ ഒരു വാലിയുടെ അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ റഷ്യയും, റൈറ്റ് സൈഡിലെ വലിയ വാലിയുടെ അപ്പുറത്തെ സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസർബൈജാനുമാണ്. അതിൻ്റെ ഒരു ഇടവശത്തോടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ചെറിയ സ്റ്റോപ്പ് വെച്ചേക്കാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വ്യൂ പോയിൻ്റ് എന്ന രീതിയിൽ സിഗ്നാഗി എന്ന സ്ഥലം, സിഗ്നാഗി ഇവർ വിളിക്കുന്നത് സിറ്റി ഓഫ് ലവ് എന്നാണ്. അപ്പം സിഗ്നാഗിയെ ഒരു ഡിസ്റ്റൻറ്റ് വ്യൂവിൽ നിന്ന് കാണാനായിട്ടുള്ളൊരു സ്റ്റോപ്പ് എന്ന രീതിയിലെടുത്താണ് നമ്മൾ നിർത്തിയേക്കുന്നത്. ആ കാണുന്നതാണ് സിഗ്നാഗി. സൂം ചെയ്ത് കഴിഞ്ഞാൽ അതാണ് സിറ്റി ഓഫ് ലവ് എന്ന് പറയുന്നത്. ഭയങ്കര വ്യൂ ആണ്. ഇത് ഈ കാണുന്നത് മൊത്തം ഒരു വാലി ഏരിയ ആണ്. ഇവിടെ അങ്ങേ മണ്ടയിൽ കാണുന്നത് ആ കാണുന്നത് ആണ് നമ്മുടെ മല. നമ്മളിവിടുന്ന് കാണുമ്പോൾ ഇങ്ങനെ മേഘം കണക്ക് തോന്നും, പക്ഷെ അത് മൗണ്ടനാ. അതെ, അത് രസം. നമ്മുടെ ക്യാമറ നോക്കി, അത് മേഘം പോലെയും ഇത് കടൽ പോലെയും തോന്നും. പക്ഷെ ഇത് ഫുൾ ഒരു വാലിയും അതിൻ്റെ പുറകിൽ വലിയ മലകളും. അപ്പം ഇപ്പോൾ ജാവ പറയുമായിരുന്നു അതിൻ്റെ മേളിൽ നമുക്ക് കാശ്മീരിൽ നമ്മുടെ ലേ ലഡാക്കിൻ്റെ ഇവിടെയും വൺ ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ബൈക്കിംഗ് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അത് ഈ മൗണ്ടൻസിൻ്റെ മണ്ടയ്ക്കാണ്. അവിടെയും ഇതുപോലെ വിൻ്റർ ടൈം ആകുമ്പോൾ ക്ലോസ് ചെയ്യും. ഇത് കാണാൻ ഭയങ്കര രസമായിട്ട്. ഇവിടെ ഈ ക്യാമറയിൽ കൂടെ ഒന്ന് കാണുന്നത് നിങ്ങൾ നേരിട്ട് ഒന്ന് കാണാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ വരുന്ന വഴിക്ക് മിക്ക വീടുകളുടെയും ഫ്രണ്ടിലുണ്ടായിരുന്നു വലിയ പോമഗ്രാനൈറ്റും എല്ലാ വീടിൻ്റെ എൻട്രിയുടെ അവിടെ ഇങ്ങനെ അവർ ഗ്രേപ്സിൻ്റെ ഇതും വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങിയ സ്പോട്ടിലാണെങ്കിൽ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, ഫ്രൂട്ട് ജ്യൂസിൻ്റെ ഒക്കെ. റാസ്ബെറി എന്ത് മധുരം എന്നറിയും. നമ്മുടെ നാട്ടിലെ മൊത്തം കയ്പ എനിക്ക് പോമഗ്രാനൈറ്റിന്റെ വൈനാന്ന് തോന്നുന്നു തന്നേക്കുന്നത്. This is wine? Pomegranate wine. മധുരവാടാ, പൊമഗ്രാനൈറ്റിന്റെ വൈനാ. മധുരവാ. ആ, എനിക്ക് തോന്നുന്നു ഇതാ നിന്റെ പോർട്ട് വൈൻ അല്ലേ നീ നോക്കിക്കൊണ്ടിരുന്നത്. ഇതായിട്ട് അവിടുത്തെ അപ്പാപ്പ ഞങ്ങൾക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ അങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ തന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത പല ഫ്രൂട്ട്സും ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട് ജ്യൂസൊക്കെ കുടിച്ചു. അവിടുത്തെ എല്ലാം ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കി തരുന്ന കേട്ടോ. ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മളങ്ങനെ സിഗ്നാഗിയിൽ ഏകദേശം സിഗ്നാഗിയുടെ ഭാഗത്തെത്തി. ഇവിടെ ഇപ്പോൾ നമ്മൾ വന്നത് സെയിൻറ്റ് നീനോ കത്തീഡ്രലോ ഇത് മോണിസ്റ്ററിയിലാണ് വന്നേക്കുന്നത്. അപ്പം അതിൻ്റെ കോൺവെൻറ്റ് സെയിൻറ്റ് നീനോ കോൺവെൻറ്റ് അല്ലയോ, ആ അവിടെ വന്നേക്കുന്നത്. നമ്മൾ ജസ്റ്റ് വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്ത് വെച്ച് ഇനിയിപ്പം ഇതുവഴി നേരെ പോയി ഇവിടെ ഒരു അരമണിക്കൂർ പരിപാടി ഉണ്ടെന്ന് അല്ലയോ. പോവാം. നമ്മൾ ഇവിടത്തെ ചോർച്ചിലോട്ട് കയറുവാണ്. വലിയ ഇവിടുന്ന് കുറേ എന്തൊക്കെയോ കാണാനുണ്ട്. അയ്യോ, സീകുട്ടൻ എൻ്റെ അമ്മയും അപ്പയെ കണ്ടോ, എനിക്കൊന്നും കാണാൻ വയ്യെന്നായിരിക്കും കണ്ണാടി വെച്ച്. ഈ കാണുന്നത് ഒരു 17th സെഞ്ചുറിയിൽ കാണുന്ന ഉണ്ടാക്കിയിരുന്ന ഒരു സ്ട്രക്ചറായിരുന്നു. പക്ഷേ സോവിയറ്റ് യൂണിയൻ ആ സമയത്ത് ഈ പള്ളികളിൽ പോകുന്നതും മറ്റുമൊക്കെ ഫോർബിഡഡ് ആയിരുന്നു. അവരതൊക്കെ ചെയ്യാനായിട്ട് സമ്മതമല്ലായിരുന്നു. കാരണം ബിക്കോസ് ഓഫ് ദ മറ്റ് ഇഷ്യൂസ് കാരണം. അന്ന് ഇത് പൊളിച്ചിട്ട് രണ്ടാമത് പണിഞ്ഞതാണ് ഈ പുറകിൽ കാണുന്നത്. ഇപ്പം 2 ബിൽഡിങ്ങാണ് ഉള്ളത്. ഇത് എന്ന് പറയുന്നത് സെയിൻറ്റ് നീനോയുടെ
ആ ഒരു ശേഷിപ്പ് തിരുശേഷിപ്പുകൾ വെച്ചേക്കുന്നത്. അതെ, ആ തിരുശേഷിപ്പ് വെച്ചിരിക്കുന്ന ബിൽഡിങ്ങും അതിൻ്റെ പുറകിൽ പുതിയതായിട്ട് അത് പഴയ പള്ളി പൊളിച്ചു കളഞ്ഞു, അതിൻ്റെ പുതിയതായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന റെനോവേറ്റ് ചെയ്ത് പുതിയ പള്ളിയാണ് പുറകിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പ്രത്യേക ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ ഈ പള്ളികൾ കാണാൻ വരുന്ന ആളുകൾക്ക് എപ്പോഴും ഈ ഐറ്ററി നോക്കുന്ന എനിക്ക് പറ്റിയ അബദ്ധം പറ്റരുത്. ഷോർട്ട്സ് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് അകത്ത് കയറാൻ ബുദ്ധിമുട്ടുണ്ടാകാം ചിലപ്പോഴൊക്കെ, എപ്പോഴും തന്നെ ആണെങ്കിൽ ഷോർട്ട്സ് ഇട്ടുകൊണ്ട് കയറാൻ പറ്റില്ല. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള പാൻസോ ജീൻസോ അങ്ങനത്തെ എന്തെങ്കിലും വേണം. സ്ത്രീകളെ സംബന്ധിച്ചുള്ള സ്കാർഫ് വേണമെന്ന് പറഞ്ഞു, പക്ഷെ അത് അകത്ത് തന്നെ അവൈലബിൾ ആയിരിക്കും. എന്തോ പ്രയർ നടക്കും. യേശു മിണ്ടല്ലേ. ഞങ്ങൾ ചെന്നപ്പോൾ ചർച്ചിൽ മാമോദീസ നടക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടുത്തെ വീഡിയോ അധികം അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടുത്തെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട്. എന്നാലും ഞാൻ മാമോദീസ എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം നിന്നിട്ടും ചെക്കനെ ഒന്നും വെള്ളത്തിൽ മുക്കുന്നത് കാണാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഇറങ്ങി കേട്ടോ. അത് മാത്രമല്ല കേട്ടോ, ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ തൊട്ട് ഒരു ചേട്ടൻ അവിടെ നിന്ന് എന്നെ തെറി വിളിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ പോയേക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. എൻ്റെ സൈഡിൽ നല്ലൊരു ഗാർഡൻ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. യേശു എപ്പോഴും പറയണം പ്രിയ ചേച്ചി പ്രിയ ചേച്ചി. ചർച്ചിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ പോയത് സിഗ്നാഗി ടൗണിലോട്ടാട്ടോ. ഇത് കാണാനൊരു പ്രത്യേക ഭംഗിയാട്ടോ. ഈ ഒരു ടൗണിനെ വിളിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു സിറ്റീനെ പറയുന്നത് സിറ്റി ഓഫ് ലവ് എന്നാട്ടോ. കാരണം ഈ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊന്ന് പ്രേമിക്കാൻ തോന്നും കേട്ടോ. പിന്നെ ആ കാണുന്ന ആ വൈറ്റ് ഹൗസ് ഉണ്ടോ, അവിടെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വന്ന് വേണമെങ്കിലും കല്യാണം കഴിക്കാം കേട്ടോ. അതാണ് ഈ ഒരു ടൗണിൻ്റെ പ്രത്യേകത. അതുകൊണ്ടത്ര ഈ ഒരു സ്ഥലത്തിന് സിറ്റി ഓഫ് ലവ് എന്ന് പേര് വന്നതും. സിഗ്നാഗിയിലെ അടുത്തൊരു മെയിൻ അട്രാക്ഷൻ ആട്ടോ ഒരു വോളെന്ന് വെച്ചാൽ മനസ്സിലായോ, മതിൽ. ഒരു 4 കിലോമീറ്ററോളം ഉള്ള ഒരു മതിലാട്ടോ. ഇതിൻ്റെ പക്ഷേ ഫുൾ 4 കിലോമീറ്റർ നമുക്ക് പോകാൻ പറ്റില്ല, എന്തൊക്കെയോ റിനോവേഷൻ വർക്ക് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് കുറച്ച് ഭാഗം വരെ ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്നത്. അങ്ങനെ വോള് കാണാൻ പോയാൽ ഞങ്ങൾക്ക് വിശന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു സ്പോട്ടിൽ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളെ കൊണ്ടുപോയി. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ വോള് ഫുള്ളായിട്ട് കാണാം. എന്നാൽ പിന്നെ ഫുഡും കഴിക്കാമല്ലോ, സീനും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാട്ടോ പോയത്. നമ്മുടെ ഓർഡർ എല്ലാം വന്നു. 2 ടൈപ്പ് കച്ചാപ്പൂരി നമ്മൾ പറഞ്ഞു. ഒന്ന് അജാരിയൻ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ട് ടൈപ്പ് കച്ചാപ്പൂരി. ഇതാണ് നമ്മൾ വീഡിയോയ്ക്ക് അത് കാണും. ഭയങ്കര ഫാറ്റ് ബോയ്. ഇതിനകത്ത് ബേസിക്കലി ഇതിൻ്റെ നടുക്ക് ഇളക്കണം. ഇതാണ് അജാരിയൻ കച്ചാപ്പൂരി. ഇത് ബോട്ട് കച്ചാപ്പൂരി, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സാധനം ഇത്. രണ്ടാമത്തെ സാധനം കച്ചാപ്പൂരി കാണിക്കാനില്ല, ഇതാണ് ഐറ്റം. പിന്നെ ഇത് ഇമറാദി എന്ന് പറയും. ഇതിനകത്ത് വെച്ചാൽ ബേസിക്കലി അകത്ത് ചീസ് വെച്ചിട്ടുള്ള ടൈപ്പ്. പിന്നെ നമ്മൾ ഷിക്മേറൂളി പറഞ്ഞു. ഇത് ചിക്കനും നല്ലപോലെ വെന്ത ചിക്കൻ, അതിൻ്റെ അകത്ത് ഗാർലിക്കിൻ്റെ ഒരു സോസ് ചെയ്തേക്കുക. പിന്നെ ബാർബിക്യൂ പറഞ്ഞു. ഇത് പോർക്ക് ബാർബിക്യൂ, ചിക്കൻ ബാർബിക്യൂ, ലാമ്പിൻ്റെ ബാർബിക്യൂ. പിള്ളേർക്ക് 2 പേർക്കും ഇച്ചിരി റൈസും ഉണ്ട്. അതാണ് ഞങ്ങളുടെ ഇപ്പോൾ കഴിക്കുന്നത്. പിന്നെ ഒരു ലെമണേഡ് പറഞ്ഞിട്ട് അതും ഇരിക്കുന്നത് ആദ്യം കണ്ടില്ലായിരുന്നു. അതും ഉണ്ട്. ഗ്രേവി ഇന്നലത്തേനെക്കാട്ടിലും നല്ല ഇന്നത്തെ. ഇത് മേറുളിയുടെ ഗ്രേവി ഇത് നൈസാണ്. മിക്സ് ചെയ്തിട്ട് മുറിക്കണം. ഇതെന്നിട്ട് എന്തോ ഇതിനകത്ത് മുക്കയല്ല കഴിക്കുന്നത്, അങ്ങനെ എന്തോ അല്ലേ? മുറിച്ച് അതിനകത്ത് മുക്കി കഴിക്കണം. എന്തേലും ഒന്ന് തീരുമാനിക്കും. ഇങ്ങനെ പറഞ്ഞത് മൊത്തം തിന്നാനായിരിക്കും. കൊടുത്തോ. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് വയർ നിറഞ്ഞപ്പോഴത്തേക്ക് ആർക്കും നടക്കാൻ മേലാത്ത അവസ്ഥയിലെത്തി കേട്ടോ.
പിന്നെ ആർക്കും വോള് കാണാനും ഒന്നും പോകണമെന്ന് യാതൊരു താല്പര്യമില്ലായിരുന്നു. എന്തായാലും ഇച്ചിരി പോയല്ലേ പോകാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ മൊത്തത്തിൽ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ആ 4 കിലോമീറ്റർ മൊത്തം അങ്ങ് കണ്ടു കേട്ടോ. എന്നിട്ട് വേഗം തിരിച്ച് വണ്ടിയിൽ പോയി. ഈ ഒരു റോഡ് കണ്ടോ, ഇത് നമ്മൾ താഴോട്ട് പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ കമ്പന്തേനി റോഡില്ലേ, ആ ഒരു റോഡ് കേട്ടോ. പിന്നെ ഇത് യൂറോപ്പാന്ന് മനസ്സിലാവണമെങ്കിൽ ഇതാണ് നമ്മുടെ ഗൈഡിനെ കാണുമ്പോൾ നമുക്ക് അല്ലെ ഓർമ്മപ്പെടുത്തലാണ് യൂറോപ്പാണ് എന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിലെ കമ്പന്തേനി തന്നെ. മെയിൻ സ്ഥലങ്ങളെത്തണം. ഇപ്പൊ സിഗ്നാഗി പോയതായാലും തിഗ്നേസി എടുത്താലും അങ്ങനെയൊക്കെ എത്തുമ്പോൾ വിചാരിക്കും യൂറോപ്പ് എത്തി. റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ നാട്ടിൽ സൈഡിൽ പോമഗ്രാനൈറ്റ് നിൽക്കുന്ന ഫീൽ. സോ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിലോട്ട് എത്തുക കേട്ടോ. ആ പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫോറസ്റ്റ് ഏരിയ ആണ്. അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. So is it only on your name? No, Tony Philip, Alex Thomas, Emil George. ഇതാട്ടോ നമ്മുടെ റിസോർട്ടിൻ്റെ എൻട്രൻസ്. പക്ഷേ ഇവിടുന്ന് കുറേ ദൂരമുണ്ട് നമ്മുടെ റിസോർട്ടിൽ എത്താനായിട്ട്. കുറേ കാട് പോലെയുള്ള സ്ഥലം കേട്ടോ. പക്ഷേ ഇത് മൊത്തം അവരുടെ പ്രോപ്പർട്ടിയാണ്. ഘോര വനത്തിൻ്റെ ഇടയിലാണ് നമ്മുടെ റിസോർട്ട്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ലേക്കും തോല അങ്ങേറ്റത്ത് വെട്ടം കാണുന്നുണ്ടോ? ലെഫ്റ്റ് സൈഡിൽ തന്നെ അങ്ങേറ്റത്ത് കാണുന്ന വെട്ടമില്ല, അതാണ് നമ്മുടെ റിസോർട്ട്. അതാ ഗൈസ്, നമ്മൾ ലേക്ക് റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. റൂമിൽ വന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ ഞങ്ങൾ കളി തുടങ്ങി കേട്ടോ. ഇരുപത്തിയേഴ് കാർഡ് ഡ്രോ ചെയ്തിട്ടിരിക്കുന്ന മഹാൻ. അടിപൊളി മാരക കളി. ഇതാരും ഭാഗം അവസ്ഥ ഇരിക്കും.